अंगना बड़ा सुनसान पिया तोरा. There is no category of female or male. ഫോക്ക് സിംഗർ ഒക്കെ എന്നാണ് എന്നെ കോട്ടഡ്ലി വിളിക്കുന്നത്. ബട്ട് ഞാൻ സിനിമയിലാകെ ഒരു ഫോക്ക് സോങ്ങേ പാടിയിട്ടുള്ളൂ. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കീനാവിൻ്റെ കരിമ്പിൻ തോട്ടം. ഒരു ഫീമെയിൽ ഇരുന്ന് പാടുന്നൊരു പാട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു ലവ് സോങ് കിട്ടിയിട്ടില്ല. വയലിൽ വസിക്കും ശ്രീയേ, വയലിൽ വസിക്കും ശ്രീയേ, ഈ മകുടികളിടയിൽ, ഈ മകുടികളിടയിൽ കരമൻ മുകളിൽ നിൽക്കാം, ബഷാൻ പർവ്വതം നോക്കാം, തങ്കത്തുലിയ തോട്ടം. കൽക്കട്ടയിൽ പോകുന്നതന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യാനല്ല എൻ്റെ താല്പര്യം, ഈ ലൊക്കേഷൻ സൗണ്ടിലായിരുന്നു എപ്പോഴും. അപ്പോൾ ആ തരത്തിൽ തന്നെയാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ടും ശരിക്കും പഠനം പൂർത്തിയാവുന്നതിന് മുന്നെയാണ് മകരമഞ്ഞിലോട്ട് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മളിങ്ങനെ നമ്മൾ പറയുമല്ലോ ഇതിനകത്താണോ നിൽക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല കൃത്യമായിട്ട്. കാരണം വേറൊരാഗ്രഹം വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ തിരിച്ച് ഈ പാരലലി മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാർ ഒരിക്കലും എന്താ ഒരു ലക്ഷ്യബോധം ഇല്ല, കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കൊക്കെ തന്നെയുള്ള ചിലപ്പോൾ നമ്മൾ പല വഴി കൂടെ പോയിട്ടായിരിക്കും ഇത് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഒരിടത്തോട്ട് എത്തുക. അപ്പം ഈ ഒരു കാര്യം പഠിച്ചത് കൊണ്ട് ഇതിനകത്തൊക്കെ ഗുണങ്ങളുണ്ടായിട്ടേ ഉള്ളൂ. ഇപ്പം എല്ലാം ശബ്ദമാണല്ലോ, അപ്പം മ്യൂസിക് ആയാലും ഇതായാലും ഒക്കെ ഇതാണ്. അപ്പോൾ അത് എന്തിലേക്കാണ് എന്ന് പറഞ്ഞിട്ടല്ല പഠിച്ചത് ഞാൻ, ഇതാവും അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ടല്ല പഠിച്ചത്. ഇത് വെച്ച് ഈ സാധനം ഇത് നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ മേഖലയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ഇതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതാണ് കുറച്ചുകൂടി ശരി. ഇപ്പം ഞാൻ പാടുന്നത് കേട്ടിട്ട് തന്നെ എനിക്കല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സ് ആൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത വേർഷനിൽ പ്രോസസ്സ് ചെയ്ത സാധനം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റണം എനിക്ക് ഇതാ വേണ്ടത് അല്ലെങ്കിൽ ഇതല്ല വേണ്ടത്, ഇത് ശരിയായിട്ടില്ല എന്ന് ആ സാധനങ്ങളൊക്കെ ഈ പഠിച്ചല്ലാതെ എനിക്ക് ആ ബോധമൊന്നും വരില്ല. രണ്ട് തരത്തിൽ പറയുമല്ലോ, ഇതിപ്പം ഈ ശബ്ദത്തിന് ഒരുപാട് കളിയാക്കുന്നവരുണ്ട്, എന്നാൽ വളരെ ശക്തമായിട്ട് ഈ ശബ്ദമാണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞ് ചെറുതിലേ മുതൽ നമ്മളടുത്ത് പറയുന്നവരുമുണ്ട്. നമ്മൾ ഭയങ്കര ഡിലമയിലായിരിക്കും നമ്മൾ വളരുന്നത്. ചില സ്ഥലത്ത് നമ്മൾ ദിസ് ഇസ് നോട്ട് ഫീമെയിൽ വോയിസ്, സോ കോൾഡ് വോയിസിന് ഞാൻ എപ്പോഴും എല്ലാ തരത്തിലും പറയാറുണ്ട്, വോയിസിന് റേഞ്ചസേ ഉള്ളൂ. ദർ ഈസ് നോ കാറ്റഗറി ഓഫ് ഫീമെയിൽ ഓർ മെയിൽ. അതിങ്ങനെ പല ഫ്രീക്വൻസിയിലല്ലേ റേഞ്ചിൽ മാറിക്കിടക്കുന്ന ശബ്ദങ്ങളെന്നാണ്. അതിന് നമ്മളുണ്ടാക്കിയ ക്യാരക്ടറൈസേഷനിലാണ് ഈ ഫെമിനിൻ സൗണ്ട് ഇന്ന ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയിൽ വരുന്നത്, ഫെമിനിൻ ക്വാളിറ്റി ഉള്ളത് മറ്റത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം നസ്രത്ത് ഒക്കെ പാടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഏറ്റവും ഹൈ എൻഡ് ഫ്രീക്വൻസിയിലും പോകും, ഏറ്റവും ഇതിലും വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ പുള്ളി എന്ത് ശബ്ദം അങ്ങനെയല്ല പറയാം. അപ്പോൾ അത് പൊതുവിൽ എനിക്ക് വേണത് സൂഫി സിംഗേഴ്സാണ് അല്ലെങ്കിൽ സൂഫി മ്യൂസീഷ്യൻസാണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അവർ എല്ലാ റേഞ്ചിലേക്കും പാടുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നവരാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഥലത്ത് നിന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദമാണെന്ന് പറഞ്ഞു തരുമ്പോൾ തന്നെ മറ്റു സ്ഥലത്ത് നിന്ന് ഭയങ്കര കൃത്യമായിട്ടുള്ള റിജക്ഷനും കളിയാക്കലും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഈ ശബ്ദം വെച്ചിട്ടാണോ പാടുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു സാധനം നമ്മുടെ സ്പാർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം കുഴപ്പമില്ല, അതിങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഫോക്ക് സിംഗറൊക്കെ എന്നാണ് എന്നെ കോട്ടഡ്ലി വിളിക്കുന്നത്. ബട്ട് ഞാൻ സിനിമയിലാകെ ഒരു ഫോക്ക് സോങ്ങേ പാടിയിട്ടുള്ളൂ. ബാക്കി പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും വേറെ തരത്തിലുള്ള പാട്ടുകൾ. ഇപ്പം ഉറുമിയിലാണ് തുടങ്ങിയത്. ഉറുമി തന്നെ പാടിയിട്ടുള്ള ചലം ചലം എന്ന് പറഞ്ഞിട്ട് വേറെ പാട്ടാണ്. ചാപ്പാക്കുശിലെ പാട്ട് വേറെ പാട്ടാണ്. ബാച്ചിലർ പാർട്ടിയിൽ കപ്പ കപ്പയും അയലത്തെ വീട്ടിലും അത് വേറെ ഡാൻസ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ പെപ്പി നമ്പേഴ്സാണ്. ഹിന്ദി പാടിയതും പെപ്പി നമ്പറാണ്, തമിഴ് പാടിയതും വേറെ. അപ്പോൾ ഇതിലൊക്കെ പിന്നെ ഫ്രൈഡേ പാടിയ ഒരു താരാട്ട് പാട്ടാണ് ശരിക്കും മലയാളത്തിലെ അതിൽ പാടിയ. റാസ്പുട്ടിലും മിക്കവാറും ടൈറ്റിൽ ട്രാക്ക് അല്ലെങ്കിൽ ഒരു ശബ്ദത്തിനെ പ്രതിനിധീകരിക്കുന്ന പാട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ പ്രതിനിധീകരിക്കുന്ന പാട്ട് ഞാൻ പാടിയിട്ടില്ല അധികം. മിക്കവാറും ചേസിങ് സീക്വൻസിലൊക്കെയാണ്. ഇപ്പം
കുരുതിയിൽ വന്ന പാട്ട് ചേസിങ് സീക്വൻസിലാണ്, ചാപ്പാക്കുരിശിലെ പാട്ട് ചേസിങ് സീക്വൻസിൽ അങ്ങനെയുള്ള സാധനത്തിലാണ്. കൊത്താരാജ ഇപ്പോൾ കിങ് ഓഫ് കൊത്തയിൽ ഫൈനലി വന്ന അതൊരു ഡാൻസ് നമ്പറിൻ്റെ ഇടയിലുള്ള ഇപ്പോൾ ഡബ് സീക്ക് അവരെ കുറേ അധികം ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്തതിലൊരു പോർഷനാണ് ഞാൻ പാടിയിരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഒരു പേഴ്സണലി ഒരു ഫീമെയിൽ ഇരുന്ന് പാടുന്നൊരു പാട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു ലവ് സോങ് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഇമോഷൻസിനുണ്ടല്ലോ ഒരു പേഴ്സണൽ ഒരു ഫീമെയിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു പ്രണയം, ഇതിനൊന്നും ഇപ്പോഴും ഈ പറഞ്ഞ ഈ ശബ്ദം പറ്റുമെന്ന് ആൾക്കാർക്ക് തോന്നിയിട്ടില്ലായിരിക്കും. മീൻസ് ഞാനിപ്പം ഈ പെർഫോം ചെയ്യുന്ന വേറെ തരം പാട്ടുകളാണ് ബാൻഡിൽ, പക്ഷെ ഞാൻ പാടിയിടുന്നതൊക്കെ എനിക്ക് പേഴ്സണലി ചിലപ്പം ഞാൻ ഫേസ്ബുക്കിൽ അത് ഭയങ്കര സിനിമ പാട്ടുകളായിരിക്കും. അവിടെയൊക്കെ അപ്രിസിയേഷനും ഇതുപോലെ ഓപ്പോസിറ്റ് ആൾക്കാരും ഉണ്ട്. പക്ഷെ അവിടെ ചില പാട്ടുകൾക്കൊക്കെ രസമുള്ള പ്രണയ ഗാനങ്ങൾ പാടിയിടുമ്പോൾ ചില നല്ല അഭിപ്രായം. പക്ഷെ ഞാൻ പറഞ്ഞ ഇപ്പോൾ സിനിമയിൽ വരുമ്പോഴായാലും നമ്മളെ ഓർക്കണം എന്നില്ല അങ്ങനെ, കാരണം നമ്മുടെ ശബ്ദത്തിന് എപ്പോഴും അടയാളപ്പെടുത്തുന്ന അതാ. ഇപ്പം ശരിക്കും സിനിമയിൽ 22 ഫീമെയിൽ കോട്ടയത്തിൽ ഞാൻ അഭിനയിച്ചു തുടങ്ങിയല്ലേ, ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഞാനിവിടെ ഇല്ല. അപ്പോൾ പലർക്കും അത് അന്ന് ഞാനാണെന്നറിയില്ല. പിന്നെ ഞാൻ തിരിച്ച് കൽക്കട്ട പോയൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ മറക്കൂല, ആസ് എൻ ആക്ടർ നമ്മളെ മറക്കും. അപ്പോൾ എന്താ പലരും ചോദിക്കും ഇപ്പം എന്താ അഭിനയിക്കാത്തത്. ഞാൻ പറയും അങ്ങനെ അഭിനയം വേണ്ടാന്ന് വെച്ചല്ല, നമ്മളെ ചിലപ്പം ഈ ആക്ടിങ് സമയങ്ങളിൽ നമ്മളെ ഓർക്കണം എന്നില്ല. കാരണം നമ്മൾ ആ ആക്ടിങ്ങിൻ്റെ ഏതോ ഒരു സമയത്ത് നമ്മളെ മറന്നുപോയി, പിന്നെ നമ്മൾ ആക്ട് ചെയ്യാൻ പാകത്തിന് തിരിച്ചൊരു ക്യാരക്ടറിലോട്ട് വന്നിട്ടില്ല, ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് ഈ പാട്ടിൻ്റെ കാര്യത്തിലും. നമ്മളെപ്പോഴും പാടുന്ന കുറേ പാട്ടുകളുടെ രീതിയിൽ നമ്മളെ ഓർക്കുക. ഒരു പ്രണയഗാനം പറയുമ്പോൾ ഇത് രശ്മിയെ പാടാൻ വിളിക്കാം എന്ന് പറഞ്ഞാലും ഓർക്കാത്തത് ഈ പറയുന്ന പോലെ അവരുടെ റെഫറൻസുകൾ, അവരുടെ സൗണ്ട് റെഫറൻസുകൾ ഒരു പ്രണയത്തിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ശബ്ദത്തിലേക്ക് വേണ്ടി, ഇത് കംപ്ലീറ്റ് ചില മനുഷ്യന്മാരുടെ പെർസ്പെക്റ്റീവും കൂടെയാണല്ലോ. അതൊക്കെയാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരായിരുന്നേ. നമ്മളിങ്ങനെ പറയുന്ന പോലെ ഒരാളിലൊന്നും നിൽക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെറുതിലേ മുതൽ ഈ പറഞ്ഞ പോലെ സിനിമ പാട്ടുകളിലേക്ക് കയറുക. അപ്പം ഈ പാടുന്നവരാരാണെന്നുള്ള ഒരു സാധനമൊന്നും വളരെ കുഞ്ഞിലൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം കുറേ പേരുടെ യേശുദാസ്, ജാനകി, ചിത്ര, ഇങ്ങനത്തെ കുറച്ച് സുജാചേച്ചി, അങ്ങനത്തെ കുറേ പേരുകൾ മാത്രമല്ലേ നമുക്കറിയാവുള്ളൂ. നെയ്യാറ്റിൻകര വാസുദേവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് കർണാട്ടിക്കിൽ ഈ പറയുന്ന ഒരു ദളിത് കാറ്റഗറിയിൽ നിന്ന് വന്ന് ആ ഫോം അവർക്ക് നിഷേധിച്ചിരുന്ന ആ ഫോമിൽ വന്നിട്ട് ഏറ്റവും സുന്ദരമായി പെർഫോം ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ കച്ചേരികൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പോട്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഡിഫറൻ്റായിട്ട് ഞാൻ കണ്ട ഒരു കർണാട്ടിക് മ്യൂസിഷ്യനാണ്. അത് എന്നെ പഠിപ്പിച്ചിരുന്ന മുത്തയ്യ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പഠിച്ചിരുന്നത്. പുള്ളി ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു ബ്രാഹ്മണിക്കൽ ലുക്കോ അങ്ങനത്തെ വേഷവിധാനമൊന്നുമല്ല, പാട്ടപ്പൂപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പുള്ളി എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഉണ്ടാക്കുന്ന മനുഷ്യനും കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ നോയിങ്ലി ഓർ അൺനോയിങ്ലി എൻ്റെ ആദ്യത്തെ ഗുരുവും പുള്ളിയാണ്. അബിത പർവീനെ ഭയങ്കര ഇഷ്ടമാണ്. ഫരീദ ഖാനും ബേഗം അക്തർ ഇവരൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അബിത പർവീനെ കുറച്ചധികം കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയ ഒരു സിംഗറാണ്. എന്ന് വെച്ച് ഇവിടുത്തെ പാട്ട് പാടുന്ന മനുഷ്യരൊന്നും ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ പറയില്ല, ഒരു പേഴ്സണലി നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ചില ശബ്ദങ്ങളുണ്ട്, ചില സൂഫി ശബ്ദങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഈ ജൂയിഷ് സോങ്ങുകളുടെ സാധനങ്ങളും അല്ലെങ്കിൽ കപ്പപ്പാട്ടുകൾ പോലും ഇപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഓരോന്നിലും വർക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും പുതിയ എലിമെൻറ്റും കൂടെ ചേർത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമിൻ്റെ ഒരു മ്യൂസിക്കൽ ഫോം എടുക്കുകയാണെന്ന് വെച്ചോ, അത് ചിലപ്പോൾ പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു സ്പേസിങ്ങിലായിരിക്കും അത് പെർഫോം ചെയ്യപ്പെടുന്നത്. നമുക്ക് ഒരിക്കലും അത് സ്റ്റേജിൽ അങ്ങനെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അതിനെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സോള് പോവാതെ ഇതിനെ ക്യാരി ചെയ്യണം. പഴയ ലിപികളിൽ എഴുതിയിരുന്ന പുസ്തകങ്ങൾ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവാൻ നമ്മൾ മാറ്റി എഴുതുന്ന പോലെ തന്നെ, എന്നാൽ ആ സോള് വിട്ടു പോകാണ്ട് നമ്മളതിനെ ക്യാരി ചെയ്യണം. ഇവിടെ നിന്നിട്ട് നമ്മളത് സംസാരിക്കണം, വേൾഡിനോട് സംസാരിക്കണം. അപ്പം ചിലപ്പം നമുക്ക് അവിടുത്തെ ഒരു തോറ്റമാണ് പറയാണ്ടെങ്കിൽ തോറ്റം പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കാവിൽ ചെന്നിട്ടുള്ള പോലെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റഡ് ആവണമെന്നില്ല. ചിലപ്പോൾ അതിനകത്ത് നമ്മളൊരു പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്ന് പുതിയ തരത്തേക്ക് തന്നെ ഗ്ലോബലി റെപ്രസെൻ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനമാണ്. അതൊരു ട്രാൻസ്ഫറൻസ് ഓഫ്
ട്രാൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഏരിയയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹരമാണ് ആക്ച്വലി. കേരളത്തിനകത്ത് ജൂയിഷ് കമ്മ്യൂണിറ്റി ഇവിടെ ഇപ്പം ആരുമില്ല, എല്ലാവരും തിരിച്ച് അവിടത്തേക്കൊക്കെ മടങ്ങിപ്പോയി. ഇപ്പം ഇവിടെ ആരും അങ്ങനെ അവശേഷിക്കുന്നില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട്, മാഞ്ഞാലി ഭാഗത്തും അവിടെയൊക്കെ കുറച്ച് ഫാമിലി ഉണ്ടെന്നല്ല, കൊച്ചിയിലുള്ള എല്ലാവരും മടങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നി കേരളത്തിനകത്ത് മാത്രമാണ് പള്ളിക്കകത്ത് ജൂയിഷ് സ്ത്രീകൾ പാടിയിരുന്നത്. അത് മാത്രമല്ലാതെ ഇവർക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ഈ സ്ത്രീകൾ മാത്രം ഇരുന്നിട്ടുള്ള പാട്ടുകൂട്ടങ്ങളുണ്ടായിരുന്നു. ഈ പാട്ടുകൂട്ടങ്ങളിൽ ഇവർ ചെയ്തിരുന്നത് ഇവരുടെ ഹീബ്രു ഭാഷയിലുള്ള പാട്ടുകൾ എടുത്തിട്ട് മലയാളം ഭാഷയിലോട്ട് മാറ്റിയിട്ട് ഇവർ മലയാളത്തിൽ കൈകൊട്ടി പാടുകയാണ്. വേറെ ഇൻസ്ട്രുമെൻ്റ് ഒന്നുമില്ല, എല്ലാവരും കൂടെ ആയിരുന്നു. അമ്മൂമ്മമാർ മുതൽ കുഞ്ഞു മക്കൾ വരെ ഉണ്ടാവുന്ന കൂട്ടങ്ങൾ, പലതരം പാട്ടുകൾ. എനിക്കിതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇതിനകത്ത് സ്പിരിച്വൽ ആയിട്ടുള്ള പാട്ടുകളുണ്ട്, റിവോൾട്ട്, അവരുടെ സമരങ്ങൾ പറയുന്ന പാട്ടുകളുണ്ട്, അവരുടെ പലതരത്തിലുള്ള കൾച്ചർ പറയുന്നത്. അപ്പം ഞാൻ പേഴ്സണലി നമ്മൾ ഈ റെബേക്ക ഒരു കൊച്ചിനി കഥ പാടലിന് വേണ്ടി ചൂസ് ചെയ്ത ട്രാക്കുകൾ 6 ട്രാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യായിരുന്നേ. കുറേ 4 വരി 2 വരിയൊക്കെ അങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക്. ഫുള്ളായിട്ടുള്ള പാട്ടുകളൊന്നും ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ നോട്ട് ബുക്കുകളിൽ നിന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് ആ ടെക്സ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന. അപ്പം അതിനകത്ത് ഇപ്പോൾ പാടിയിരിക്കുന്ന പാട്ടുകളിൽ കുറേ പാട്ടുകൾ നമ്മൾ പാടിയിട്ടുള്ള പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹൈലി വേറൊരു തരത്തിൽ എന്താ പറയുക, ഭയങ്കര ഡിവോഷണലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര റിവോൾട്ടായിട്ടുള്ള പാട്ടുകളല്ല, അല്ലാത്ത കുറച്ച് പാട്ടുകളുണ്ട്. ഇപ്പം ഇവരുടെ വരവിനെ പറയുന്ന പാട്ടുണ്ട്. അത് നമുക്ക് പാട്ട് 2 വരി ഞാൻ പാലോടു പഴം തരുവേൻ അയ്യയ്യ തൈലേ, അങ്ങനത്തെ ഈ അയ്യയ്യ പാട്ടെന്ന് വെച്ചാൽ ഇവരെ വരവാണ്. അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, തത്തയ്ക്ക് പഴം കൊടുക്കണം. എപ്പോഴും ഇവരുടെ ഒരു ക്യാരക്ടറായിട്ട് കാണിക്കുക സ്വർണ്ണക്കൂട്ടിലെ തത്തയായിട്ടാണ് ഇവരെ കാണിക്കുക. വിക്ടിമൈസേഷൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നീട് വന്ന വയലിൽ വസിക്കും സ്ത്രീ എന്നൊരു പാട്ടാണ്. ആ പാട്ട് എനിക്കറിയില്ല അത് ഇത്രയും മുന്നേ എങ്ങനെയാണ് അതിനകത്തുള്ള വരികൾ തന്നെ. വയലിൽ വസിക്കും സ്ത്രീ, നമുക്ക് ഈ കരമൻ മുകളിൽ പോവാൻ, ബഷാൻ പർവ്വതം കാണാം, ആ തോട്ടത്തിൽ പോയി ഈ പഴം തിന്നാം, ഈ പൂ പറിക്കാം. അത് ഇങ്ങനെ എൻഡ് ചെയ്യുന്നതേ കണ്ണിൽ ഇമ്പമുള്ളവർ പക്കൽ കിടന്നു നിനക്കു ശയിക്കാം. അത് ശരിക്കും പറഞ്ഞൊരു ഒരു പ്രയർ സാധനത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരം പാട്ടുകളുടെ കൂടെ അവർ പാടിയിരുന്ന വേറൊരു പാട്ടുകളാണ്. അത് പലതരം അവരുടെ ഒരു ലിബറേഷൻ കൂടെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പാട്ട് ഭയങ്കര രസമാണ്. വയലിൽ വസിക്കും സ്ത്രീയേ, വയലിൽ വസിക്കും സ്ത്രീയേ, ഈ മകുടികളിടയിൽ കരമൻ മുകളിൽ നിൽക്കാം, ബഷാൻ പർവ്വതം നോക്കാം, തങ്കത്തുലിയ തോട്ടം, ഇങ്ങനെ പോകുന്ന പാട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടമായി കൈയടിച്ച് പാടുക. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ആഴിയുടെ പേജിൽ ഇപ്പോൾ റിലീസായ ഒരു പാട്ടാണ്. അതും ഒരു പ്യുവർ മലയാളം അല്ല, ഇതിൻ്റെ വരികൾ കേട്ടാൽ അറിയാം. ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷനും സബ് ടൈറ്റിലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് അൻവർക്കയും CS വെങ്കടേഷിനൊക്കെ നമ്മൾ പല കൺസൾട്ടിങ് ഒക്കെ എടുത്തിട്ട് ഒഫീറുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് പല വാക്കുകൾ നമ്മൾ മലയാളത്തിലോട്ട് ആദ്യമാക്കി. എന്നിട്ടാണ് അതിന് ഇംഗ്ലീഷ് തർജ്ജമയൊക്കെ ഉണ്ടാക്കിയത്. ഇതിനേക്കാളും എന്ന് പറഞ്ഞ സാധനത്തിനേക്കാളും എനിക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടത്. ഇവിടെയൊക്കെ ഉണ്ട് പലതരത്തിലുള്ള. ഇവിടെയൊക്കെ നമ്മൾ പല കമ്മ്യൂണിറ്റീസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ടുള്ള സാധനമുണ്ട്, അവിടെയുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ നിങ്ങൾ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് അധികമായിട്ടുള്ള, എപ്പോഴും അങ്ങനെയാണ് അവരുടെ ഒരു സിസ്റ്റം. അത് അവരുടെ ഒരു സിസ്റ്റം കിടക്കുന്ന അങ്ങനെയാണ് പൊതുവിൽ, കമ്പാരിറ്റീവ്ലി ഫ്രം കേരള അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഇല്ലാത്തല്ല, ഇവിടെ നമ്മളായിട്ട് ആ സിസ്റ്റത്തിനെ വേറെ തരത്തിൽ പ്ലേസ് ചെയ്തിട്ടാണ്. ഇവിടെ ഉള്ള സാധനത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇല്ലാതാക്കിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇപ്പോഴും അത് എവിഡൻ്റ്ലിയാണ്. വളരെ കാലം മുമ്പ് മുതൽ തന്നെ അവിടെ ഭയങ്കര റിഫ്ലക്റ്റ് ചെയ്താണ് അത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു ഭയങ്കര രസമായിട്ട് തന്നെ. കാരണം ഒന്നാമത്തെ കാര്യം, വെറുതെ ഒരു പേഴ്സണൽ ലെവലിൽ പറയുകയാണെങ്കിൽ തന്നെയും മലയാളത്തിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ അതിൽ നിന്നും ഭംഗിയായിട്ട് എനിക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു ഭാഷ തമിഴാണെന്ന് തോന്നിയിട്ടുണ്ട്.
മീൻസ് അവരുടെ ഡയലക്റ്റുകൾ ചില സാധനങ്ങളല്ല, പക്ഷെ അവർ പറഞ്ഞു തന്നാൽ അതുപോലെ ഉച്ചരിക്കാൻ പറ്റുന്നൊരു ഭാഷ. തമിഴിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാർ സഹായിച്ചിട്ട് തന്നെയാണ് പാടിയിട്ടുള്ളത്. പക്ഷെ എനിക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഭാഷയാണ്. എനിക്ക് വായിക്കാനും എഴുതാനൊക്കെ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് എനിക്കത് വായിക്കാനും എഴുതാനും പഠിക്കാത്ത. കാരണം വെച്ചാൽ നല്ല രസമുള്ള ലിറ്ററേച്ചറുകളുണ്ട്, നമുക്ക് ആ ഭാഷ അറിയാമെങ്കിൽ വായിക്കാൻ പറ്റുന്ന